കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM 25-ാം തീയതി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഉപരോധ സമരത്തിന് മുന്നോടിയായുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് പ്രചരണ ജാഥ പീരുമേടിന്റെ വിവിധ പ്രദേശത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധ സമര പരിപാടിയുടെ ഭാഗമായി 25-ാം തീയതി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള പ്രചരണാർത്ഥം പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു ജാഥ ക്യാപ്റ്റനായുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. കുമളി വെള്ളാരംകുന്നിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ മുരിക്കടി 1-ാം മൈൽ, കുമളി ടൗൺ, ചോറ്റുപാറ, 62-ാം മൈൽ, വാളാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മ്ലാമലയിലാണ് സമാപിച്ചത്. തുടർന്ന് 2-ാം ദിവസം വള്ളക്കടവിൽ നിന്നും ആരംഭിച്ച കറുപ്പുപാലം, കക്കിക്കവല, പെരിയാർ ടൗൺ, മഞ്ചുമല, അർണക്കല്ലിൽ സമാപിക്കും. സമാപന ദിവസം പീരുമേട് പള്ളിക്കുന്നിൽ നിന്നും ആരംഭിച്ച് പാമ്പനാറ്റിലാണ് സമാപിക്കുന്നത്. വാളാടി നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ S. സാബുവിന് പ്രവർത്തകർ സ്വീകരണം നൽകി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ PTT യൂണിയൻ ജനറൽ സെക്രട്ടറി M. തങ്കതുരൈ, നേതാക്കളായ ശാന്തി ഹരിദാസ്, G. വിജയാനന്ദ്, D. സൗന്ദരരാജ്, PA ജേക്കബ്, CR സോമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ സ്വീകരണ യോഗത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ഏതാണ്ട് 500-ൽ പരം ആളുകൾ നഷ്ടപ്പെട്ടു. 254 പേരുടെ ജീവൻ, 254 പേരുടെ മൃതശരീരം കണ്ടെത്തി. ബാക്കിയുള്ള മൃതശരീരം ഇതുവരെ കണ്ടെത്താൻ പോലും കഴിയാതെ കണ്ണും കൈയും കാലുമെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോഴും ജീവച്ഛവമായി കഴിയുന്ന നിരവധിയായ നൂറുകണക്കായ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു കൊച്ചു ജില്ലയായ വയനാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്നവരെ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് എല്ലാ തരത്തിലും തയ്യാറായി വന്നപ്പോൾ ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി നിങ്ങൾ കാണണം, അംഗീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് കേരള സംസ്ഥാനത്തെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വന്ന് പ്രധാനമന്ത്രി വന്നുകൊണ്ട് ആശുപത്രി സന്ദർശിച്ചു. പിള്ളേരെ പിടിച്ച് കയ്യിലെടുത്തുകൊണ്ട് ലാളിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തു പോയതല്ലാതെ 1 രൂപ പോലും ഈ ബഡ്ജറ്റിൽ ഈ കേരളത്തിന് വേണ്ടിയോ വയനാടിനു വേണ്ടിയോ നീക്കിവെക്കാൻ തയ്യാറാകാത്ത ഒരു കേന്ദ്ര ഗവൺമെന്റാണ്. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും നിരവധിയായ പ്രവർത്തകരാണ് കാൽനട പ്രചരണ ജാഥയിൽ പങ്കെടുത്തിരുന്നത്. 25-ാം തീയതി നടക്കുന്ന ഉപരോധ സമരം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി, KP മേരി, ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് തുടങ്ങി മറ്റ് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.